പ്രിയമുള്ളവരെ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഭൂമിശാസ്ത്രപരമായും രാഷ്ട്രീയമായും ഏറെ പ്രധാനപ്പെട്ട ഒരു ഇടത്താണ്. ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും ഒരു ജോയിനിങ് പ്ലേസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും കവാടം എന്ന നിലകൊള്ളുന്ന തുർക്കി എന്ന രാജ്യത്തിൻ്റെ ഒരു ഏറ്റവും വലിയ പട്ടണമായിട്ടുള്ള ഇസ്താൻബൂളിലാണ്. ഇസ്താൻബൂളിൽ വരുമ്പോൾ ഇവിടുത്തെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ്, അല്ലെങ്കിൽ ഈ നഗരത്തെ തന്നെ അറിയപ്പെടുന്നത് ഇവിടുത്തെ അതിപുരാതനവും അതിപ്രശസ്തവും ഈ അടുത്ത കാലത്ത് ഏറെ വിവാദങ്ങൾക്ക് ഇടപിടിച്ച ഒരു മഹാ സംഭവം എന്ന് തന്നെ വിളിക്കപ്പെടുന്ന ഒരു ബിൽഡിങ്ങാണ്. മറ്റൊന്നുമല്ല, എൻ്റെ പിന്നിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഹാഗിയ സോഫിയ. ഏതാണ്ട് 17 മുതൽ 18 നൂറ്റാണ്ടിൻ്റെ ചരിത്രം പേർന്ന ഒരു മഹാസമുച്ചയമാണ് എൻ്റെ പിന്നിൽ കാണുന്ന ഈ പള്ളി. 3-ാം നൂറ്റാണ്ടിൽ തുടങ്ങി ഇന്നും അതിൻ്റെ പ്രൗഢിയോടുകൂടി തന്നെ അവശേഷിക്കുന്ന ഈ കെട്ടിടത്തിന്, അല്ലെങ്കിൽ ഈ പള്ളിക്ക് ഒരുപാട് ചരിത്രം പറയാനുണ്ട്. മതങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൻ്റെയും അടിപിടിയുടെയും കൂട്ടക്കൊലകളുടെയും നിരവധിയായ കലാപങ്ങളുടെയും എല്ലാം അവശിഷ്ടങ്ങൾ ഈ സമുച്ചയം ഇന്നും പേറുന്നുണ്ട്. 3-ാം നൂറ്റാണ്ടിൽ ഒരു പേഗൻ ടെമ്പിൾ എന്ന നിലയിൽ തന്നെ ഈ പള്ളിയെ പുനർനിർമ്മിക്കണമെന്ന കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തിയുടെ തീരുമാനം, അതിനുശേഷം ഇവിടെ ഉണ്ടായ കലാപങ്ങൾ തുടങ്ങി ഈ നമ്മൾ ജീവിക്കുന്ന ഈ നൂറ്റാണ്ടിൽ ഈ ബിംബത്തിൽ വന്നിട്ടുള്ള രാഷ്ട്രീയമായ ഒരുപാട് ഒട്ടനവധി വകഭേദങ്ങളുണ്ട്. ആ വകഭേദങ്ങളുടെ എല്ലാം അവശിഷ്ടമായി നിരവധി തവണ പള്ളിയാവുകയും പിന്നെ മോസ്കാവുകയും അതിനുശേഷം തുർക്കി ഒരു സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക്കായി ഒരു സെക്കുലർ രാജ്യമായി മാറിയപ്പോൾ 1935 മുതൽ നീണ്ട 75 വർഷക്കാലം ഈ ഹാഗിയ സോഫിയ എന്ന ഈ സമുച്ചയം ഒരു മ്യൂസിയമായിരുന്നു. 2020-ൽ, അതായത് നമ്മൾ ജീവിക്കുന്ന ഈ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും അവസാനത്തെ വർഷങ്ങളിൽ സംഭവിച്ച ഒരു രാഷ്ട്രീയ പരിണാമമുണ്ട്. ഇന്ത്യയിൽ മോഡി അധികാരത്തിൽ വന്നതുപോലെ, അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നതുപോലെ, തുർക്കിയിൽ അധികാരത്തിൽ വന്ന എർദോഗൻ ഈ പള്ളിയായിരുന്ന, അല്ലെങ്കിൽ ഈ മ്യൂസിയമായിരുന്ന ഈ കെട്ടിടത്തെ വീണ്ടും ഒരു മോസ്കാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ അടുത്ത് പള്ളിയുടെ വിശദമായ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അത് കാണുക. പിന്നെ ഇപ്പം നമ്മൾ ഇസ്താൻബുൾ ടൗണിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഒത്തിരി ചരിത്രം പേർന്ന നഗരമാണ്. നമുക്കിന്ന് ഇസ്താൻബുളിൽ സ്പെൻഡ് ചെയ്യാൻ ടൈമില്ല. നമുക്ക് ഇന്ന് ഇവിടുന്ന് ഫ്ലൈ ചെയ്യാനുള്ളതാണ്. നമ്മൾ ഈ ഹാഗിയ സോഫിയ കാണാൻ വേണ്ടി മാത്രമാണ് നമ്മളിന്ന് ഇവിടെ ഒരു സ്റ്റോപ്പ് ഓവർ എടുത്തത്. അപ്പോൾ കാരണം എന്താണെങ്കിലും നമുക്ക് ഇസ്താൻബുളിൽ സ്റ്റോപ്പ് ചെയ്യണം. അപ്പം ഒരിച്ചിരി അധികം സമയമെടുത്ത് ഒരു സ്റ്റോപ്പ് ഓവർ എടുക്കുകയാണെങ്കിൽ നമുക്ക് പുറത്ത് പോയിട്ട് ജസ്റ്റ് വേറെ എക്സ്പെൻസ് ഒന്നും ഇല്ലാണ്ട് ജസ്റ്റ് ആ ടാക്സി വിളിച്ച് അവിടെ പോയി അത് കണ്ടിട്ട് നേരെ വരാമെന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ നമ്മളത് കണ്ടു. ഇനി തിരിച്ച് നമ്മൾ എയർപോർട്ടിലോട്ടാണ്. എയർപോർട്ടിലോട്ട് പോകുമ്പോൾ നമ്മൾ ഈ ടൗണുകളിൽ ഇസ്താൻബുളിൽ കൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. ഇസ്താൻബുൾ വലിയൊരു ടൗണാണ്, സിറ്റിയാണ്. അപ്പം ഈ കാണുന്നത് പോലെ ചരിത്ര നിർമ്മിതികളൊക്കെ ഉള്ളൊരു സിറ്റിയാണ്. അപ്പം ഇനി ഫ്യൂച്ചറിൽ എപ്പോഴേലും ഒന്ന് വരാമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളിപ്പോൾ ഈ സിറ്റിയോട് വിട പറയുന്നത്. പക്ഷേ നല്ല മനോഹരമായിട്ട് ഏകദേശം യൂറോപ്യൻ സ്റ്റാൻഡേർഡോടുകൂടിയാണ് ഇത് റോഡുകളും എല്ലാം പണിതിരിക്കുന്നത്. പിന്നെ ഉള്ള ഡ്രൈവിംഗ് ഹാബിറ്റ് ഒരു ഇച്ചിരി റഫാന്ന് മാത്രം. ഇതിലെല്ലാം വണ്ടി കയറി വരാം. പക്ഷേ റോഡുകളും ബാക്കി എല്ലാ ഫെസിലിറ്റീസും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല നിലവാരത്തോടു കൂടി എല്ലാം പ്ലാൻഡായിട്ട് റൗണ്ട് ബോട്ടും എക്സിറ്റുകളും ബ്രിഡ്ജുകളും എല്ലാം നല്ല പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇസ്താൻബുളിൽ ഒരു കടൽ തീരത്തായതുകൊണ്ട് തന്നെ മിക്ക സ്ഥലങ്ങളിൽ ഈ കാണുന്ന പോലെ വെള്ളം കയറി കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സിറ്റി നല്ല മനോഹരമാണ്. ഇടയ്ക്ക് ചെറിയ ബോട്ടുകളും വലിയ ബോട്ടുകളും ആഡംബര നൗകകളും ഒക്കെ കാണാം. പിന്നെ ട്രാമുണ്ട്. ഇപ്പം നമ്മൾ കണ്ടത് ട്രാമിൻ്റെ സ്റ്റേഷനാണ്, ട്രാം സ്റ്റേഷനാണ് കണ്ടത്. പിന്നെ വളരെയധികം
മോസ്കുകളുണ്ട്, ഒത്തിരി മോസ്കുണ്ട്. എവിടെ ചെന്നാലും എവിടെ തിരിഞ്ഞാലും പൂത്ത മരങ്ങൾ എന്നൊക്കെ പറയും പോലെ തന്നെ അവിടെ ഇവിടെ എല്ലാം മോസ്കാണ്. ഇപ്പോൾ ഏകദേശം ഒരു 90% മുസ്ലിംസ് വസിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്താൻബുൾ. ഓരോ ചരിത്രത്തിനനുസരിച്ച് മാറിയ ഹിസ്റ്ററിയാണ് ഇസ്താൻബുളിൻ്റെ. അങ്ങ് ഓട്ടോമൻ എംപയറിൻ്റെ കാലം തുടങ്ങി. നല്ല റോഡൊക്കെയാണ്. എയർപോർട്ട് അടുക്കാറായി. നമ്മൾ ഇവിടെ വന്നിറങ്ങിയപ്പോൾ നല്ല വെയിലും നല്ല ചൂടുമായിരുന്നു. ഇപ്പോൾ നമ്മളിതേ പോവാറായപ്പോഴത്തേനും മഴ പെയ്യാൻ നിൽക്കുന്നു. ഇത് അങ്ങ് മഴ പെയ്യുന്നുണ്ട്. നമ്മളങ്ങനെ എയർപോർട്ടിൻ്റെ അടുത്തെത്താറായി. അവിടെയാണ് എയർപോർട്ട്. ഇത് ആകാശം നല്ല ഭംഗി. ഇവിടെ മഴ പെയ്യണം. നിങ്ങളെ ബാക്കിലിരിക്കണ സ്കൈ ശ്രദ്ധിച്ചോ? കുറച്ച് ഭാഗത്ത് വെയിലടിക്കുന്നത് ക്ലൗഡിൻ്റെ ഇടയ്ക്ക്. ആണ് എയർപോർട്ട്. ഇസ്താൻബുൾ എയർപോർട്ടാണ് ഇത്. പുതിയതായിട്ട് ഇവിടുത്തെ ഒരു എയർപോർട്ടാണ്. ഇവിടുന്ന് അകലയിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ സ്ട്രെയിറ്റ് വഴിയാണ് എയർപോർട്ടിലോട്ട്. അങ്ങ് നേരെ കാണുന്നതാണ് എയർപോർട്ട് ബിൽഡിങ്. നല്ല പ്ലാൻഡ് ആയിട്ടും ഓർഗനൈസ്ഡ് ആയിട്ടും നല്ല മനോഹരമായിട്ടാണ് പണിത് വെച്ചിരിക്കുന്നത്. വലിയൊരു ഗാർഡനൊക്കെ ഉണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ. പിന്നെ വഴി എല്ലാം നല്ല അലങ്കരിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് കഴിയുമ്പോൾ നമ്മൾ കയറുവാണ് എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട്.